Food and Travel. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി കുറുമ കറിയാണ്. വീഡിയോയിലേക്ക് പോകണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ട് ബെൽ ബട്ടൺ അമർത്തി വെച്ചാൽ ഞങ്ങൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. നേരെ നമുക്ക് വീഡിയോയിലേക്ക് ഇന്ന് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ചിക്കൻ കുറുമ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാവുന്ന സമയത്ത് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് പട്ട, കരാമ്പു, ഏലക്ക ഇട്ട് കൊടുത്തു. അതിലോട്ട് ഉലുവ, പെരിഞ്ചീരകം ഇട്ട് കൊടുത്തു. ഇനി ഇതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ഞാൻ 4 സവാള എടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴറ്റി വരാനായിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. നല്ല പോലെ വഴറ്റിയെടുക്കണം ഉള്ളി. ഇതിപ്പോൾ ഞാനൊരു 1.5 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇനി അതിലോട്ട് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1.5 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1.5 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് അരച്ച് വെച്ചതാണ്. നിങ്ങൾക്ക് ഒരുമിച്ച് അരച്ചിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. വീഡിയോയ്ക്ക് ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സ്പീഡ് കൂട്ടി കൊടുക്കുന്നതാണ്. കുറേ സമയം എടുത്തിട്ട് തന്നെയാണ് അത് വഴറ്റിയെടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ട് ചെറിയുള്ളിയും പച്ചമുളകും കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമില്ല, കുറച്ച് നേരം ഒന്ന് വഴറ്റാം. ഇനി നമ്മൾക്ക് അതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള 4 തക്കാളി എടുത്തിട്ടുണ്ട് ഞാനിവിടെ. അതിട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ വലിയ പീസ് തക്കാളി ആയിട്ട് തന്നെയാണ് ചേർത്തിട്ടുള്ളത്. ഒരുപാട് ചെറുതായിട്ട് മുറിക്കൊന്നും വേണ്ട. പിന്നെ ഇനി അതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അത് രണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറുമയിലോട്ട് കൂടുതലായിട്ട് ചേർത്തുന്നത് മല്ലിപ്പൊടിയാണ്. ഇത് 1 ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. മുളക് പൊടി കുറുമയിൽ ചേർത്തുന്നത് വളരെ കുറവാണ്. പിന്നെ ഇതാ 1 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കുരുമുളക് പൊടി,
ചെറിയ ജീരകം പൊടിച്ചത്. ഇത്രയും ചേർത്തിട്ട് കുറച്ച് ജീരകം ഞാൻ ചേർത്തിട്ടേ ഉള്ളൂ. ഇനി ബാക്കി നമ്മൾ തേങ്ങയിൽ അരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വളരെ കുറച്ച് ജീരകപ്പൊടി മാത്രമേ ചേർത്തുള്ളൂ. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലോട്ട് കുറച്ച് വലിയ പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങിന് ചിക്കൻ്റെ പോലെ തന്നെ അത്യാവശ്യം നല്ല വേവുള്ളത് കൊണ്ട് തന്നെ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴാണ് നമുക്ക് ഇതിലോട്ട് കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാനുള്ളത്. കുമ്പളങ്ങ ഉരുളക്കിഴങ്ങാണ് കുറുമയിൽ മെയിൻ. ഇനി അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് വേവിക്കാനായിട്ട് വെക്കാം. വെള്ളത്തിൻ്റെ പാകം നോക്കിയിട്ട് ഓരോരുത്തർക്ക് ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഗ്രേവി വേണ്ടതുകൊണ്ടാണ് അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇതപ്പോൾ അത്യാവശ്യം നന്നായിട്ട് അത് വെന്തിട്ടുണ്ട്. ഒരു ഹാഫ് വേവാകുമ്പോൾ നമ്മൾക്ക് അതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. കുമ്പളങ്ങയ്ക്ക് അധികം വേവില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് അപ്പോൾ നമ്മളൊരു പകുതി വേവാവുന്നത് വരെ ഇടാതിരുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം അതിലോട്ട് ഒരു 2 തക്കാളി കുറച്ച് വലിയ പീസായിട്ട് മുറിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ പുളിപ്പൊക്കെ ഇറങ്ങിയിട്ട് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒരുപാട് വേവാതാന കിടക്കുമ്പോൾ അത് കടിക്കാനും കിട്ടും. അപ്പോൾ നമ്മൾ മുന്നേ ചേർത്ത് കൊടുത്തൊക്കെ ഇതിലേക്ക് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്രേവിക്ക് അത് ആവശ്യമാണല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് തക്കാളി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പച്ചമുളകും കീറിയിട്ട് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഞാൻ ചേർത്തില്ല, അത്യാവശ്യം നന്നായിട്ട് ഞാൻ അരച്ച് ചേർത്തിരുന്നു. അതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർത്തിപ്പോൾ എങ്ങാനും എരിവ് ഇരുന്ന് കൂടിയാലോ എന്ന് പറഞ്ഞിട്ട് പച്ചമുളക് ചേർത്തില്ല, തക്കാളി മാത്രമേ ചേർത്ത് കൊടുത്തുള്ളൂ. അപ്പോൾ കുറുമയിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി അതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇതപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൽ പീസസൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് തേങ്ങ അങ്ങനെ അരച്ചും ചേർക്കാം, തേങ്ങ പാലെടുത്തും ചേർക്കും. ഞാൻ 2 ടൈപ്പിലും വെക്കും. ഇപ്പോൾ ഞാൻ തേങ്ങ അരച്ചാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് നേരെ പിഴിഞ്ഞ് പാലെടുത്തിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങ അരയ്ക്കണ സമയത്ത് അതിലോട്ട് കുറച്ച് ചെറിയ ജീരകം കൂടെ ഇട്ടിട്ടാണ് അരച്ചിട്ടുള്ളത്. തേങ്ങ ചേർത്തതിന് ശേഷം പിന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് ഒരുപാട് നേരം തിളയ്ക്കാൻ പാടില്ല, അപ്പോൾ പെട്ടെന്ന് തേങ്ങ അങ്ങനെ പിരുത്തു പോവും. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്യുക. ചെറുതായിട്ട് തിളങ്ങനെ വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറവിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു. ഇനി പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി, നിറയെ ചെറിയുള്ളി ഇട്ടിട്ട് താളിക്കുമ്പോഴാണത് നല്ലൊരു മണം കുറുമയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ ചെറിയുള്ളി ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
അവസാനം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നിറയെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വറവിട്ട് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതാ കഴിഞ്ഞു. നമ്മളുടെ ഈസി ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ദോശയുടെ കൂടെയും പത്തിരിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ എന്നെ അറിയിക്കുക. താങ്ക് യു. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുന്ന ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ട് ബെൽ ബട്ടൺ അമർത്തി വെച്ചാൽ ഞങ്ങളുടെ വ്ളോഗ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അടുത്തൊരു നല്ല കിടക്കാച്ച വ്ളോഗായി ഞങ്ങൾ പിന്നെയും വരുന്നതായിരിക്കും. ബൈ.